എന്ത് നമ്മുടെ വണ്ടി നമുക്ക് ആദ്യത്തെ ഒരു പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് ഫോട്ടോ ബൂത്തിലേക്ക് കടക്കാം. അയ്യോ എല്ലാവരും അയ്യോ അത് വാഷ്റൂം ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ഗുഡ് മോർണിംഗ് എല്ലാവരും ഓക്കെ. ഇത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ വാടാനക്കവല സുരഭിക്കവല എന്ന 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറിയ കുന്നിൻ പ്രദേശമാണ്. ഇവിടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സിൽവർ ലീഫ് ബിൽഡേഴ്സും ചേർന്നുകൊണ്ട് 1400 ഏക്കറിന്റെ സാൻഡൽവുഡ് പ്ലാന്റേഷനും 10 ഏക്കറോളം സ്ഥലത്ത് വരുന്ന സാൻഡൽവുഡ് പ്ലാന്റ്സിന് നടുവിൽ വരുന്ന അവധിക്കാല വസതി നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന പദ്ധതിയിലൂടെ ഫെറോക്രി ടെക്നോളജിയോടുകൂടി പണിയുന്ന മഡ് പാക്ക് ഹൗസുകളാണ് ഇപ്പോൾ. ആ മഡ് പാക്ക് ഹൗസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ലൊക്കേഷൻ ഇന്ന് ടൂറിസം മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ സാൻഡൽവുഡിന് ചന്ദന കൃഷിക്ക് ഏറ്റവും യോജ്യമായ മദർ ലാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവിക ചന്ദന മരങ്ങൾ വളരുന്ന ഭൂമിയാണിത്. ഇവിടെ ഈ ഒരു പ്രൊജക്ടിന്റെ ആകർഷത്വം അല്ലെങ്കിൽ വിദേശികളെ ഉൾപ്പെടെ ടൂറിസം മേഖലയിൽ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ വിദേശികൾ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്നവരാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഡോക്ടറെ അടുത്ത് പോകും, ഒരു സപ്ലിമെന്ററിയോ മെഡിസിനോ എടുക്കും, അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു വിദേശിക്ക് ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും? ഭൂമധ്യരേഖ പ്രദേശമായിട്ടുള്ള ഏതെങ്കിലും ഒരു കടൽ തീരം നോക്കും. ഏറ്റവും വൃത്തികെട്ട കോവളത്ത് വരെ അവരെന്ത് ചെയ്യും? അയില ഉണക്കാനിട്ട് പോലെ ഉണക്കാനിടും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാ? സ്വാഭാവികമായിട്ട് വിറ്റാമിൻ ഡി കിട്ടാൻ. ഇത് ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഹെർബൽ ട്രീറ്റ്മെന്റ്, നാച്ചുറൽ ട്രീറ്റ്മെന്റ് സംവിധാനം. ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1460 ചന്ദന മരങ്ങൾക്ക് നടുവിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു മരമാണ് ചന്ദനം. അതിൽ താമസിച്ചുകൊണ്ട് ആ ചന്ദന മരങ്ങൾക്ക് നടുവിൽ മഡ് പാക്ക് ഹൗസുകൾ, ഇത് ഒരു ഫെറോക്രി ടെക്നോളജിയോട് കൂടിയാണ് ഈ ഒരു ഗുഹാ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ മഡ് ഹൗസ് നിർമ്മിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തിൽ കൂടുതൽ ലൈഫ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഫെറോക്രീറ്റ് എന്നൊരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ സിമെന്റ് ഉപയോഗിച്ചുള്ള 2 കൺസ്ട്രക്ഷൻ രീതിയാണുള്ളത്. ഒന്ന് കോൺക്രീറ്റ്, മറ്റൊന്ന് ഫെറോക്രീറ്റ്. കോൺക്രീറ്റ് നമുക്കറിയാം, അത് കസ്റ്റമൈസ് ചെയ്യുന്ന ഓരോ സ്ലാബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോൺക്രീറ്റ് ടെക്നോളജി. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള ഷേപ്പ് ചെയ്യുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയാണ് ഫെറോക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തൊന്നുമല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണത്. അപ്പൊ ആ മെത്തേഡിൽ നമ്മൾ പണിത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പണിത ഈ വീടുകൾ, ഇതിന്റെ മുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യും. അതിനുശേഷം മഡ് പാക്ക് ചെയ്ത് നാച്ചുറൽ ഗ്രാസ് പ്ലാന്റ് ചെയ്യും. അപ്പോഴാണ് ഇത് മഡ് പാക്ക് ഹൗസ് ആയിട്ട് മാറുന്നത്.
ഇതിന്റെ അകത്ത് ഏകദേശം ഇത് മഡ് പ്ലാസ്റ്റർ ചെയ്യും. ഇതിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത് 450 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇത് അതിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ആ കാണുന്നത് ഒരു ബേ വിൻഡോ ബെഡ്റൂമുമാണ് ആ കാണുന്നത്. ഓക്കെ, ബേ വിൻഡോ പോലെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഈ കാണുന്ന സ്പേസ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ പാൻട്രി പോലെ ഒരു ചെറിയൊരു കിച്ചൺ വരും, ഒരു ലിവിംഗ് സ്പേസ്. അതോടൊപ്പം തന്നെ നമ്മുടെ വാഷ് ഏരിയ, ടോയ്ലറ്റും വാഷ് ഏരിയയും വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന സ്വിമ്മിംഗ് പൂളാണ്, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്ത് ടബിന്റെ സെക്യൂരിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാത്ത് ടബിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിന്റെ നടുക്കുന്ന ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇത്രയും സംവിധാനങ്ങളോടുകൂടി, ഇനി പലതും ഉണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും സംവിധാനങ്ങളോടുകൂടി ഈ ഒരു മഡ് പാക്ക് ഹൗസിൽ താമസിക്കുന്ന വ്യക്തിക്ക് ഇതിൽ സാൻഡൽവുഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള അരോമ തെറാപ്പി, സാൻഡൽവുഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യലിങ്, ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പാ ആൻഡ് ട്രീറ്റ്മെന്റുകളോട് കൂടിയാണ് ഈ പ്രൊജക്ട് ഈ ഒരു ടൂറിസം പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് 1460 ചന്ദന മരങ്ങളും 90ഓളം മഡ് പാക്ക് ഹൗസുകൾ, ഗുഹാ വീടുകളും നിർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊജക്റ്റിൽ ഇന്ന് നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം കമ്പനിയുടെ അല്ല, ഈ പ്രൊജക്ട് ചെയ്യുന്ന കമ്പനിയുടെ അല്ല ഈ സ്ഥലം ശിവദാസൻ എന്നൊരു വ്യക്തി, തൃശ്ശൂരിലുള്ള ശിവദാസൻ എന്ന് പറഞ്ഞൊരു സാറ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് ആധാരം ചെയ്തു മേടിച്ചു. ശിവദാസനും രാധാകൃഷ്ണൻ സാറൊക്കെ കൂടി, അതെ രാധാകൃഷ്ണൻ സാറുണ്ടോ? ഇതിന്റെ ഉടമസ്ഥനെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് രാധാകൃഷ്ണൻ സാറ്, റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫിലുള്ള ചെയ്ത ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സാൻഡൽവുഡ് പ്ലാന്റേഷനും അതോടൊപ്പം തന്നെ ഈ മഡ് പാക്ക് ഹൗസുകളും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടൂറിസം മേഖലയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഇതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. വീഗാലാൻഡ് ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു? ഈസ് അമേസിങ് അല്ലേ? പക്ഷെ ഇപ്പൊ എന്താണ്? ഒത്തിരി വന്നപ്പോൾ ഡിമാൻഡില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇവിടെ വരുന്നത് ഒരു അമേസിങ്, ദ വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ ഒരു അമേസിങ് പ്രൊജക്റ്റ് ആയിട്ട് മാറുന്നതാണ് നമ്മളുടെ ഈ പ്ലാന്റേഷൻ. നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഇതുപോലത്തെ ഇത് സിംഗിൾ സ്റ്റോറിയാണ്. സിംഗിൾ സ്റ്റോറി നമുക്ക് ഏകദേശം 60 എണ്ണം വരും. ഇത് ഡബിൾ സ്റ്റോറി ടൈപ്പ്, കാരണം ഈ ഒരു ഗുഹ പോലെ, അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഉള്ള ഡബിൾ സ്റ്റോറി ടൈപ്പ് നമുക്ക് ഏകദേശം 15 എണ്ണം വരും. അങ്ങനെ മൊത്തം 90ഓളം ബെഡ് സ്പേസ് വരുന്ന ഒരു കോട്ടേജ് ആണ് ഇതിൽ മൊത്തം വരാൻ പോകുന്നത്. ഈ നിൽക്കുന്നതെല്ലാം ഫസ്റ്റ് ലെയറും ഇതിന്റെ തൊട്ട് ബാക്കിലുള്ളത് ഡബിൾ സ്റ്റോറിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. ഇതിന്റെ പുറകിലെല്ലാം ഡബിൾ സ്റ്റോറി ആയിട്ട് ഈ വരുന്ന ഗുഹാ വീടുകൾ വരും. ഇതിന്റെ കോമൺ അമ്യൂണിറ്റീസിൽ വരുന്നത്, നമ്മൾ താഴെ 2 കുളം കണ്ടു. ആ കുളത്തിന്റെ 2 സൈഡിൽ വലിയ 2 മരങ്ങളുണ്ട്. അതിൽ ട്രീ ഹൗസ്. ആ കുളത്തിൽ നമ്മൾ കുളം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് 2 കുളങ്ങൾ തമ്മിൽ ചേർന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പെഡൽ ബോട്ടിങ്, ഫിഷിങ്, പിന്നെ കാൻഡിലിവർ കോട്ടേജുകൾ കൂടിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കോമൺ അമ്യൂണിറ്റീസിൽ വരുന്നത്, ഇപ്പൊ ഈ ഒരു സ്ഥലം സ്വന്തമായിട്ട് ആധാരം ചെയ്ത് മേടിച്ച സാറിന് ഈ ഒരു സ്ഥലത്തിന്റെ ഇത് ആക്സസ് മാത്രമല്ല, ഏകദേശം 1.5 ഏക്കറിൽ വരുന്ന കോമൺ അമ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. കാരണം ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പാർട്ടി ഹാള്, ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റി, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ആക്സസിബിലിറ്റി ഉൾപ്പെടെയാണ് ഇന്ന് 1,20 ലക്ഷം രൂപ എസ്റ്റിമേഷൻ കോസ്റ്റ് ഉള്ള പ്രൊജക്ട്, 75 lakh rupees പ്രൈസ് ഉള്ള പ്രൊജക്ട് സാറ് മേടിച്ച തുടങ്ങിയ 60 ലക്ഷം രൂപ മൊത്തം. 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപയ്ക്ക് സാറ് മേടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് പീരീഡ് എന്ന് പറയും. അതിന് പണി നടക്കുന്ന സമയം കോൺട്രാക്ടർമാർക്കൊക്കെ അറിയാം അല്ലെ? പണി നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓഫർ കൊടുക്കും. അതുപോലെ കൺസ്ട്രക്റ്റീവ് പീരീഡിൽ ഇത് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. അത് സാറ് സ്വന്തമാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്ത പണം കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പ് സാറിനുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം ഇൻവെസ്റ്റ്മെന്റ് അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. പക്ഷേ അത് ബ്രോക്കർമാർ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നുള്ളതാണ് പ്രൊഫഷണലി പറയുന്നത്. ഒരു റിയൽട്ടർ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അങ്ങനെ സംഭവിക്കില്ല. എന്താണ് റിയൽട്ടർ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? ഒരു ഭൂമി ഏറ്റെടുക്കുന്നു, വാല്യൂ ആഡഡ് ആക്കി മാറ്റുന്നു, ആ വാല്യൂ ആഡഡ് ആക്കി പ്രൊജക്റ്റിൽ നിന്ന് ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് വാങ്ങിക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞ കാലം കൊണ്ട് അവന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നു. ഇത്ര പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ല അല്ലെ? മനസ്സിലായി? ഇത്രേ ഉള്ളൂ. ഈ സ്ഥലത്ത് വാല്യൂ ആഡഡ് പ്രൊജക്റ്റ് ആക്കി മാറ്റി
അല്ലേ? ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിട്ട് മാറും. എങ്ങനെ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിട്ട് മാറുന്നത്? ഇവിടെ നോർമൽ മഡ് ഹൗസ് പോകുന്നത് 15,000. ഇത്രയും അമ്യൂണിറ്റീസും ഇത്രയും സംവിധാനങ്ങൾ കൂടി നമുക്കൊരു 35,000 to 50,000 പെർ ഡേ കൊടുക്കാൻ പറ്റും. അതൊരു 10 ഡേ മാത്രം, ഒരു മാസത്തിൽ 10 ദിവസം മാത്രം പോയാൽ തന്നെ 3.5 ലക്ഷം രൂപ റെന്റ് കിട്ടും. ഒന്നും വേണ്ട, 2 ലക്ഷം വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര കൊണ്ടും 30 മാസം കൊണ്ട് മുതല് തിരിച്ച് പിടിക്കും. ഓക്കെ, അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 31ാമത്തെ മാസം കിട്ടുന്ന ഓരോ രൂപയും എവിടുന്ന് കിട്ടുന്ന? സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണാ. കാരണം 60 തിരിച്ചു കിട്ടി. റൈറ്റ്? ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, വലിയ ബിസിനസ്സുകാർ പഠിച്ചിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത് ചർച്ച ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ഈ 60 ലക്ഷം രൂപ സാറിന്റെ മാത്രമല്ല സുഹൃത്തും ഉണ്ടല്ലേ? അല്ലേ? നിങ്ങൾ എത്ര? 6 പേര്. ഇവർ 6 പേര് കൂടിയാണ് ഇത് ആധാരം ചെയ്ത് മേടിച്ചത്. ഏകദേശം 10 ലക്ഷം രൂപ മുടക്കി 6 പേര് കൂടിയാണ് ആധാരം മേടിച്ചത്. ഇതുപോലെ 1 ലക്ഷം രൂപ വരെ മുടക്കി നിങ്ങൾക്ക് 60 പേർക്ക് ചേർന്ന് ഇത് ആധാരം ചെയ്ത് മേടിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് പിന്നീട് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം. പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. 2 വാക്ക് എന്നെ അല്ല എന്തെങ്കിലും ഇല്ല, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ അടുത്ത തവണ വരുമ്പോ ഞാനിതിന് പൂർത്തിയാക്കി തരാം. ഓക്കെ, പുറത്ത് കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്ത് പുല്ല് പിടിപ്പിച്ച് ഉള്ളിലെ വർക്കെല്ലാം ഒരു 15 days വർക്കെല്ലാം ഒരു കൈയ്യടി എടുത്തു, ഒരു കൈയ്യടി എടുത്തു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? 2 മാസത്തോളം എടുത്തു അല്ലെ? 2.5 മാസത്തോളം എടുത്തു. ഇപ്പൊ ഇത്രയും കോട്ടേജ് പണിയാൻ ഇതിപ്പോ ഒരു 10 കൊല്ലം എടുക്കില്ലേ? ഒരെണ്ണം പണിയാൻ എനിക്ക് 2-3 മാസം സമയം വരും. അതേ സമയം തന്നെ 100 എണ്ണം പണിയാൻ അതേ സമയം വരും. അതാണ് കപ്പാസിറ്റി. നമ്പർ ഓഫ് ലേബേഴ്സ് കൂട്ടിയാൽ മാത്രം. ഓക്കെ, മൾട്ടിപർപ്പസ് ആയിരിക്കും. അതിൽ നമുക്ക് വരുന്നത് DJ, റെയിൻ ഡാൻസിങ്, മിസ്റ്റ്, അതുപോലെ ഫോഗ്, അത്തരം കാര്യങ്ങളെല്ലാം ഉത്സിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയം ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് പാർട്ടി ഹാളായിട്ട്, ബാങ്കിങ് ഹാളായിട്ട്, ഓഡിറ്റോറിയം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫെസിലിറ്റി ചെയ്യുന്ന ഒരു മൾട്ടിപർപ്പസ് ഹാൾ. അത് സൗണ്ട് പ്രൂഫ് ആയിരിക്കും. സൗണ്ട് പ്രൂഫ് ആയി മണ്ണിനടിയിലാണ് ചെയ്യുക. മണ്ണിലടി സൗണ്ട് പ്രൂഫ് ആയിരിക്കും. ആ താഴെ മാത്രം മണ്ണ് കണ്ടിട്ട് അടി ചെയ്ത് മണ്ണ് മൂട് ചെയ്യും. മണ്ണിട്ട് മൂട്. ഓക്കെ, വയനാട് ഇപ്പോ ആലപ്പുഴയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെ വെള്ളപ്പൊക്കം ഉള്ള ജില്ല എന്ന് പറയാം. ആലപ്പുഴ മുഴുവൻ വെള്ളപ്പൊക്കമുള്ള ഭാഗമാണോ? അല്ല. ആലപ്പുഴക്കാരോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴക്കാരൻ പറയാം, ഞങ്ങളുടെ ഗതികേട് ഇതാണ്, ഞങ്ങള് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എന്ന് എല്ലാവരും പറയാം. ഞങ്ങള് വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്താണ് ആലപ്പുഴ ജീവിക്കുന്നത്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. നിങ്ങളിപ്പോ ഇവിടെ കണ്ടിട്ട് ഇവിടെ ആ തരത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള മേഖലയായിട്ട് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? വയനാട് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉള്ളതുപോലെ മലമ്പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് വയനാട്ടിലും ഉരുൾപൊട്ടലും മറ്റു സാധ്യതകളുണ്ട്. വയനാട്ടിൽ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ പൊതുവേ ഇല്ല. കബനി പോകുന്ന കുറച്ച് ഭാഗത്ത് മാത്രം ചില സമയത്ത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. പിന്നെയുള്ളത് പറഞ്ഞത് ലാൻഡ് സ്ലൈഡിങ് മറ്റുള്ള കാര്യങ്ങളാണ്. അതുപോലുള്ള വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് സംഭവിക്കുക. നമ്മുടെ മീഡിയാസ് പലപ്പോഴും വയനാട് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ വയനാട്ടിൽ ഒരുമിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ എന്നാണ് എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തത്. വേറെ 3 വാർഡിൽ, ഒരു പഞ്ചായത്തിലെ 3 വാർഡിലാണ് സംഭവിച്ചത്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ വന്ന ഉരുൾപൊട്ടൽ വിലങ്ങാട് ഉരുൾപൊട്ടൽ എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അതാണ് പ്രശ്നം. ഭൂപ്രദേശത്ത് സ്വാഭാവിക ചന്ദനക്കാട് നിലനിൽക്കുന്നിടത്ത് ചന്ദന കൃഷി ചെയ്താൽ മാത്രമാണ് ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം അല്ലെങ്കിൽ ഹാർഡ് വുഡ് കിട്ടുകയുള്ളൂ. ഓയിൽ കണ്ടന്റ് ഉണ്ടാവുള്ളൂ, അതിനകത്ത് ആൽഫ ബീറ്റ റേഷ്യോ ഉണ്ടാവുള്ളൂ. ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പത്തനംതിട്ട ജില്ലയെക്കാളും ഇടുക്കി ജില്ലയെക്കാളും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് വയനാട് ജില്ല. എന്താണെന്ന് ചോദിച്ചാൽ വെറും 18% ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ ഹൈ ഹസാർഡ് സോൺ. നമ്മളിപ്പോ പറഞ്ഞു താഴെ അടിവാരത്തുനിന്ന് കയറി നിങ്ങൾ നേരെ കൽപ്പറ്റ എത്തുന്നത് വരെയുള്ള ഭൂപ്രദേശം മാത്രമാണ്
ഡേഞ്ചർ സോണുള്ളൂ. പിന്നെ എല്ലാം എന്താണ്? സമതല പ്രദേശങ്ങളാണ്. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 50 വർഷം മുമ്പ് ഹിസ്റ്ററി ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാത്ത ഭൂപ്രദേശവും 50 വർഷത്തേക്ക് ശേഷം ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട് ഡിസാസ്റ്റേഴ്സ് സാധ്യതയില്ലാത്ത ഭൂപ്രദേശമാണ് പുൽപ്പള്ളി പാടിച്ചിറ. നമ്മൾ മാത്രമല്ല ഇവർ കൂടി സർട്ടിഫൈ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഭൂപ്രദേശം ചെയ്യുന്ന കൃഷിക്കും പ്രൊജക്റ്റിനുമാണ് ഗവൺമെന്റ് ഇൻഷുറൻസ് നൽകുകയുള്ളൂ. ഇൻഷുറൻസ്, ഇതിന് ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് നൽകുകയുള്ളൂ. ഓക്കെ, കേട്ടില്ല? പിന്നെ നമ്മൾ ബാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ബിൽഡിംഗ് ഇൻഷുറൻസ് നോർമൽ ഇൻഷുറൻസ് ആണ്. സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സിന്റെ ഇൻഷുറൻസ് നിങ്ങൾക്ക് 5 ഇയറിന് ശേഷം ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ്, അഗ്രോ ഫോറസ്ട്രി സെക്ടറിലെ സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ് ആണ് കാറ്റഗറി. The price of tree depending the depreciation of amount of insurance premium. ട്രീയുടെ വില കണക്കൂട്ടും. അതിന്റെ വണ്ണം, ഉയരം, ഹാർഡ്വുഡ്, സാഫ്റ്റ്വുഡ്, ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്, റൂട്ട് എന്നൊരു എസ്റ്റിമേഷൻ കാൽക്കുലേഷൻ എടുക്കും. നമ്മുടെ വണ്ടിയുടെ വില നോക്കിയിട്ട് ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ. ബിൽഡിങ്ങിന് നോർമൽ ബിൽഡിംഗ് അല്ലേ വരുന്നത്. ബിൽഡിംഗ് ഇൻഷുറൻസിന് ബിൽഡിങ്ങിന് ഒരു റേറ്റ് ഉണ്ടല്ലോ, റേറ്റ്, കൺസ്ട്രക്ഷൻ, അതിന്റെ ക്ലാസ്, അത് നോക്കിയിട്ട് ബിൽഡിങ്ങിന് ഇൻഷുർ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുന്നത്. അതിന് ഇതിന് സ്പെഷ്യൽ സ്ട്രാറ്റജി ഇല്ല. സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സിനാണ് നമുക്ക് അറിയില്ലാത്തത്. ഓക്കെ, യെസ്. കമ്പനിയുടെ പുതിയ അക്കൗണ്ടാണ്. ഈ ഒരു പ്രശ്നം കാരണം ICC ബാങ്ക് വിത്ത് ഇറക്കിയാൽ ആക്ട് ടൈമിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ട്രാൻസാക്ഷൻ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പുതിയ ഒരു അക്കൗണ്ടാണ് ഞാൻ